മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകൃപകളുടെ ആഴമറിയാൻ നമ്മെ സഹായിക്കുന്ന ഇന്നത്തെ നേസസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ ദിവസവും തുടങ്ങിയാലും രാത്രി അടുക്കുമ്പോഴേക്കും നമ്മിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും. എന്നാൽ നാം ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറിയാൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. ഇന്ന് അലൈൻ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ആനി ചേച്ചി കൃപയിൽ നിലനിൽക്കുവാനുള്ള വഴികളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് പങ്കുവെച്ച് വിശുദ്ധരായി തീരാൻ തയ്യാറെടുക്കുന്ന ഈശോയുടെ പ്രത്യാശയായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരു പ്രൊഫഷണൽ നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് നേഴ്സിംഗ് ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റ്സൊക്കെ വേണമെന്ന്. എന്നാൽ ഈശോയുടെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ, ഈശോയുടെ സ്നേഹം നിറഞ്ഞൊരു നേഴ്സാവാൻ, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്നൊരു നേഴ്സാവാൻ, ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ആശ്വാസം നൽകുന്ന നേഴ്സാവാൻ കൃപ കൂടിയേ തീരും. നമുക്കറിയാം, കൃപയുള്ള വ്യക്തികൾക്കൊക്കെ വളരെ ഈസിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്ന്. പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുന്ന പദമാണ് കൃപ. എന്താണ് ഈ കൃപ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 1996 ഖണ്ഡിക നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ്, സൗജന്യപരമായ സഹായമാണ് കൃപാവരം. കൃപ എന്നാൽ ദൈവത്തിൻ്റെ തന്നെ ഒരു സഹായമാണ്, ദാനമാണ്, ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ഈ കൃപ നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്, ദാനമായിട്ട് നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത് നമ്മൾ മാമോദീസായിലൂടെ ആദ്യമായി ദൈവത്തെ സ്വീകരിക്കുമ്പോഴാണ്. മാമോദീസായിലൂടെ ദൈവമക്കളായ നമ്മളെല്ലാവരും ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ തുടങ്ങും. അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം വളരുന്നതോടുകൂടി കൃപ നമ്മിൽ നിറയാനായിട്ട് തുടങ്ങും. അതായത് കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഒരു പ്രവർത്തനമാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഒരു പ്രവർത്തനമാണ്. ഇനി നമുക്ക് വചനഭാഗത്തിൽ കൃപ എന്ന് പദം വരുന്ന ഭാഗത്ത് ദൈവസഹായം അല്ലെങ്കിൽ ദൈവദാനം എന്ന് കൂട്ടി വായിച്ചു നോക്കാം. പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്ത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവത്തിൻ്റെ ദാനത്താൽ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് അർത്ഥം. 2 കൊറിന്തോസ് 12:9 നമുക്ക് സുപരിചിതമായ വചനമാണ്: നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ ദാനം മതിയെന്ന്, നിനക്കെൻ്റെ സഹായം മതിയെന്ന്. ഈ കൃപ സ്വീകരിക്കാനായിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ നമ്മിൽ നിന്നും ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമതായി, ഈ കൃപ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം തന്നെയാണ്. CCC 2001 ഖണ്ഡിക നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കൃപാവരം സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന തയ്യാറെടുപ്പ് തന്നെയാണ് കൃപാവരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭമെന്ന്. രണ്ടാമതായി, നമുക്ക് ഈശോയോട് ദൈവത്തിലുള്ള ആഴമായൊരു വിശ്വാസം വേണം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എൻ്റെ ദൈവത്തിനെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് കൃപ ലഭിക്കുമെന്നുള്ള ആഴമായൊരു വിശ്വാസം നമുക്ക് വേണം. മൂന്നാമതായി നമുക്ക് വേണ്ടത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അഗാധമായ എളിമയാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 5-ാം വാക്യം പ്രകാരം വായിക്കുന്നു: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന്.
ഇപ്രകാരം ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് കൃപ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും കൃപ ലഭിക്കുക തന്നെ ചെയ്യും. ഈ കൃപ സ്വന്തമാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നാമതായിട്ട് നമ്മുടെ എല്ലാ സാധാരണ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ദൈനംദിന പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ 2 പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഈശോയോട് ഒരു കൃപ ചോദിച്ചു വാങ്ങണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എണീക്കുമ്പോൾ തന്നെ ബ്രഷ് ചെയ്യുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈശോയോട് ചേർന്ന് പ്രവർത്തിക്കണം. ഈശോയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് കൃപയുടെ വലിയ പ്രവാഹമുണ്ടാകുന്നത്. ഉദാഹരണമായി നമ്മൾ ബ്രഷ് ചെയ്യുന്നു, ടോയ്ലറ്റിലിരിക്കുന്നു, ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശോയോട് പറയണം, ഈശോയെ നിനക്ക് ഈ ദിവസം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സമയത്ത് ബ്രഷ് ചെയ്യാൻ പറ്റാതെ ഈ രാത്രിയിൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അതേസമയം കർത്താവേ, ഈ സമയം ഡ്യൂട്ടിക്ക് പോകാൻ മടിയുള്ളവർ, ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഈശോയെ പെറുപെറുത്തും പഴി പറഞ്ഞും പോകുന്ന എല്ലാ വ്യക്തികളുടെയും മാനസാന്തരത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവേ, എനിക്ക് നിൻ്റെ കൃപയില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. എനിക്ക് നിന്നെ കട്ടയ്ക്ക് സ്നേഹിക്കാനുള്ള കൃപ വേണം. നീ പറയുന്നത് അതുപോലെ അനുസരിക്കാനുള്ള കൃപ വേണം. നിന്നെ ഒരുപോലെ സ്നേഹിക്കാനുള്ള കൃപ വേണം. ഇങ്ങനെ കൃപ ചോദിച്ച് നാം വാങ്ങണം. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും പറയണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ നീ തന്ന ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സമയം ഞാൻ ഓർക്കുക കർത്താവേ, ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് തർക്കങ്ങളിലേർപ്പെട്ടൊക്കെ മരിച്ചുപോയ എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ദാരിദ്ര്യത്തിൽ പട്ടിണിപ്പാവങ്ങളായിട്ട് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഈ സമയത്തിന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും നേഴ്സുമാരായ നമ്മളെല്ലാവരും പെറുപെടുത്തിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയാതെ ജീവിച്ചിട്ടുണ്ട്. അതുപോലുള്ള നേഴ്സുമാരുടെ മാനസാന്തരത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഈശോയെ ഒപ്പം ഞാൻ പ്രാർത്ഥിക്കുക കർത്താവേ, എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും നീ പറയുന്ന വചനങ്ങൾ, വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ചെയ്യാനുള്ള കൃപ വേണമെന്ന്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാം, നമ്മുടെ എല്ലാ സഹനങ്ങളും ഈശോയ്ക്ക് വിൽക്കാം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് ഈ സഹനമുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് നേഴ്സുമാർക്ക് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലൊരു വേദനയുള്ളവരാണ്. മൈഗ്രെയിൻ ഉണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ടാവും, മുട്ടുവേദന ഉണ്ടാവും, ബാക്ക് പെയിൻ, അങ്ങനെ ഒത്തിരി വേദന ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ വേദനകൾ ഒക്കെ കടിച്ചു പെറുക്കി ഒക്കെ പോകുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി നന്ദി പറയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ വേദനകളിൽ കുടുങ്ങിക്കിടക്കുക. ഇനി മുതൽ നമ്മുടെ പ്രാർത്ഥനാ സ്റ്റൈൽ മാറണം. നമ്മൾ പറയണം, ഈശോയെ സാമാന്യം നല്ല മുട്ടുവേദനയോടെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇപ്പോൾ ഈ സമയം മുട്ടുവേദനയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കർത്താവേ, ഇത് നിനക്ക് വേണ്ടി ഞാൻ തരുക. ഇത് എടുത്തിട്ട് കർത്താവേ നിൻ്റെ കൃപ എനിക്ക് വേണമെന്ന്. അതുപോലെ മുട്ടുവേദനയായിട്ടും നടുവേദനയായിട്ടും ഒക്കെ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. പലരും തിയേറ്ററിൽ സർജറി ടേബിളിൽ കിടന്ന് മരിച്ചു പോയവരുണ്ട്. ഒരുക്കമില്ലാതെ മരിച്ചുപോയ ആത്മാക്കളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അതേസമയം ഈശോയെ, ഏത് സമയത്തും നിന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റണേ, അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണേ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനും പാപികളുടെ മനസാരത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ കൃപ നിറയാനായിട്ട് തുടങ്ങും. എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു അനുഭവ സാക്ഷ്യം പറയാം. ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ബെഡ് സൈഡ് നേഴ്സല്ല, ഞാൻ നേഴ്സ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് ലീഡർഷിപ്പിലും ഹയർ അതോറിറ്റി ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർ സ്റ്റാഫായിട്ടും ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, എന്നെ അകാരണമായിട്ട് ദേഷ്യപ്പെടുന്ന, എന്നെ മനസ്സിലാക്കാത്ത 2 മേലധികാരികളുണ്ടായിരുന്നു. ഒരു കാരണവുമില്ലാതെ എന്നെ അവഹേളിക്കുക, എന്നെ അവഗണിക്കുകയൊക്കെ അവർ ചെയ്യുമായിരുന്നു. അതൊക്കെ എൻ്റെ ഹൃദയത്തിനൊരു വേദനയാകുമായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ മാനുഷികമായ രീതിയിൽ അതിനെ നേരിടുമായിരുന്നു. തർക്കുത്തരങ്ങൾ പറഞ്ഞും ന്യായീകരിച്ചും ഞാനതിനെ നേരിട്ട് പോന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സമാധാനവും കിട്ടിയിരുന്നില്ല. ഈ കൃപയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോൾ, ഇത് കൃപ കിട്ടാനായിട്ട് എൻ്റെ ദൈവം എനിക്ക് തരുന്ന മാർഗമാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥനാ രീതി ഞാൻ മാറ്റി. ഞാൻ അവർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കും. എൻ്റെ ഈശോയെ, ഇതുപോലെ വേദനിക്കുന്ന ഒത്തിരി നേഴ്സ് മാനേജറുണ്ടാവും, നേഴ്സുമാരുണ്ടാവും, ജോലി സ്ഥലത്ത് വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കർത്താവേ. ഇതുപോലെ മരിച്ചു പോയിട്ടുള്ളവരുണ്ട്,
മരിച്ചു പോയിട്ട് ശുദ്ധീകരാ സ്ഥലത്ത് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഒപ്പം എനിക്കൊരു കൃപ വേണം. ഇനി ഇതുപോലെ തർക്കങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ ആത്മസംയമനത്തോടെ നേരിടാനുള്ള കൃപ വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വ്യക്തികളും എൻ്റെ വലിയ ഫ്രണ്ട്സാണ്. അതോടൊപ്പം എനിക്ക് 2 കൃപ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഒരു കൃപയാണ് ഞാൻ ചോദിച്ചത്. രണ്ടാമത്തെ കൃപ, ഈശോയിൽ എത്ര വലിയ പ്രശ്നം വന്നാലും ഈശോയിൽ ആഴമായിട്ട് ശരണപ്പെടാനുള്ള കൃപ. എന്ത് പ്രശ്നവും എൻ്റെ ഈശോ അറിയാതെ സംഭവിക്കുകയില്ല എന്ന് ദൈവത്തിൽ ശരണപ്പെടാനുള്ള കൃപ നൽകി എന്നെ ദൈവം അനുഗ്രഹിച്ചു. അപ്പം നമ്മൾ സാധാരണ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹനങ്ങൾ വരുമ്പോഴും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹനങ്ങൾ ഏറ്റവും കൂടുതലുള്ള വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ കൃപ കിട്ടുന്നത്. നമുക്കറിയാം, വിശുദ്ധരൊക്കെ, വിശുദ്ധ അൽഫോൺസാമ്മ, വിശുദ്ധ കൊച്ചുത്രേസ്യയൊക്കെ വളരെയേറെ ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നുപോയവരാണ്. അവരൊക്കെ കൃപയുള്ള വ്യക്തികളായിട്ട് മാറാൻ കാരണം ഈ സഹനങ്ങളൊക്കെ അവർ ഈശോയ്ക്ക് കൊടുത്ത് കർത്താവിൽ നിന്ന് കൃപ സ്വീകരിച്ചവരാണ്. നമുക്കറിയാം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. മദ്യപാനിയായ ഭർത്താവുണ്ടാവും, മനസ്സിലാക്കാത്ത ഭർത്താവുണ്ടാവും, അനുസരണമില്ലാത്ത മക്കളുണ്ടാവും, സഹപ്രവർത്തനത്തിനുള്ള അവഹേളനം, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സഹനങ്ങളായി സ്വീകരിച്ച് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഈശോയോട് പറയണം, ഈശോയെ, ഈ സഹനങ്ങളൊക്കെ ഞാൻ നിനക്ക് തരുക. കർത്താവേ, എനിക്ക് നിൻ്റെ കൃപ മതിയെന്ന്. അത് സ്വീകരിക്കാനുള്ള കൃപ, അതിനെ ഓവർകം ചെയ്യാനുള്ള കൃപ കർത്താവ് നൽകി നമ്മെ അനുഗ്രഹിക്കും. മൂന്നാമതായി നമുക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം, നമ്മൾ എന്ത് നന്മ ചെയ്താലും സുഹൃതങ്ങൾ ചെയ്താലും അത് ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയെ, ഞാൻ ഈ ഒരു നന്മ ചെയ്തു, എനിക്കിത് വേണം, ഈ കൃപ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ചെയ്തത്. ഒരു മുള്ളെടുത്ത് വഴിയിൽ നിന്ന് മാറ്റിയിട്ടാലും വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ, നിനക്ക് വേണ്ടിയതേ ഈ മുള്ള് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടു. ഇപ്പോൾ ഒരു വൈദികൻ സ്വർഗത്തിൽ കയറുന്നത് എനിക്ക് കാണണം. അതുപോലെ ഇപ്പോൾ പാപം ചെയ്യാൻ പോകുന്ന ഒരു ഒരു സന്യാസിനിയെ നീ അതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് അറിയപ്പെടുന്നത്. നാലാമതായിട്ട് നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് കൃപ സ്വീകരിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് കൂദാശ സ്വീകരണം. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടിയും അതുപോലെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിശുദ്ധ ജത്രോദ് ഇപ്രകാരം പറയുന്നു, എത്ര വിശുദ്ധ കുർബാനയിൽ നീ ശരിയായി പങ്കെടുത്തിട്ടുണ്ടോ അത്രയും വിശുദ്ധരെ, അത്രയും ആത്മാക്കളെ നിൻ്റെ മരണനേരത്ത് ഞാൻ അയക്കുമെന്ന് ഈശോ വിശുദ്ധ ജത്രോദിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കുംഭസാരം കഴിയുമ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നാം ഈശോയോട് പറയണം, ഈശോയെ, ഇതുവരെ കുംഭസാരിക്കാതെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ സങ്കടത്തിൻ്റെ, എൻ്റെ പ്രതിസന്ധിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ആത്മാക്കളെ നേടാം. ഞാൻ ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈശോയോട് പറയണം, എൻ്റെ വയസ്സിൻ്റെ ഇരട്ടിക്കോടി ആത്മാക്കൾ ഈ സമയം രക്ഷപ്പെടണമെന്ന്. അല്ലെങ്കിൽ എൻ്റെ വയസ്സിൻ്റെ ഇരട്ടിക്കോടി ആത്മാക്കൾ ഈ സമയം മാനസാന്തരപ്പെടണമെന്ന്. അങ്ങനെ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നവരായിട്ട് മാറും. ഏത് സമയവും ഈശോയോട് സംസാരിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറും. അത് തന്നെ ഏറ്റവും വലിയ കൃപയാണ്. കർത്താവിൻ്റെ കൃപ കിട്ടിക്കഴിയുമ്പോൾ ഈശോയോട് ചേർന്ന് ജോലി ചെയ്യുന്ന ഓരോരുത്തരുമായി നാം മാറും. ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്നവരായി നാം മാറും. ആത്മാക്കളെ നേടാനായിട്ട് നമുക്ക് നല്ല തീക്ഷ്ണതയുണ്ടാകും. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സഹനങ്ങളും സുഹൃതങ്ങളും ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് ഈശോയിൽ നിന്നും ഈ കൃപ സ്വീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ വളരുവാനും അനേകം ആത്മാക്കളെ നേടുവാനുമായി ആനി ചേച്ചിയിലൂടെ നമ്മോട് സംസാരിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനം 119-117 ഇപ്രകാരം പറയുന്നു, ഞാൻ സുരക്ഷിതനായിരിക്കുവാനും അങ്ങയുടെ ചട്ടങ്ങൾ ആദരിക്കുവാനും അങ്ങ് എന്നെ താങ്ങി നിർത്തണമേ. ഇപ്പോൾ ഫുജേറ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള മീന ചേച്ചി താൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 91:11-12 പറയുന്നു, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും.
ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ആ സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു സംഭവം കൂടി നിങ്ങളോട് പറയട്ടെ. ശാലും ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ദാനിയൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ കേൾക്കാനിടയായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് കാവൽ ദൂതന്മാരുടെ ശക്തമായ സംരക്ഷണം, അതിനൊരു അടയാളം കൂടി ഈശോയോട് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. 2018 മാർച്ച് 1 മുതൽ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ആരംഭിച്ചു. 2-ാം തീയതി രാവിലെ ഞാൻ എൻ്റെ മകളെയും ഫ്രണ്ട്സിൻ്റെ മക്കളെയും കൂട്ടി ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴി മഴ പെയ്യുന്നുണ്ടായിരുന്നു. വണ്ടിക്ക് കുറച്ച് സ്പീഡും ഉണ്ടായിരുന്നു. റൗണ്ട് അബൌട്ട് എത്തിയപ്പോൾ ഞാൻ വണ്ടി റൈറ്റിലേക്ക് തിരിയേണ്ട എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോയി. നേരെ പോയി പേവ്മെൻറ്റിലടിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്റ്റിയറിങ് മറുവശത്തേക്ക് തിരിച്ചു. വണ്ടി അവിടെ കിടന്ന് തിരിയലും അതിൻ്റെ ഉള്ളിൽ നിന്ന് മക്കളെല്ലാവരും കൂടി കരച്ചിലും ഒച്ചയൊക്കെ വെച്ചു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, കരയണ്ട, ഒച്ച വയ്ക്കണ്ട, വണ്ടി ഇപ്പം നിൽക്കും. പക്ഷേ ഞാൻ ആ സമയത്ത് ഒത്തിരി ചിന്തിക്കുകയായിരുന്നു, വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മക്കളെയെല്ലാം ഏത് ഡോറിൽ കൂടി പുറത്തെടുക്കുമെന്ന്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. എങ്കിലും ആ സമയത്ത് എനിക്ക് ഒട്ടും പേടി എൻ്റെ മനസ്സിലില്ലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വണ്ടി നേരെ പോയി നിന്നു. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ഫ്രണ്ട്സിനെ വിളിച്ചു, ഹസ്ബൻഡിനെയും പോലീസിനെയും ഒക്കെ വിളിച്ചു. മക്കളെ നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടിയിലിരുന്ന് കൂട്ടിമുട്ടിയ കുറച്ച് പരുക്കല്ലാതെ വേറെ ഒന്നും അവർക്ക് സംഭവിച്ചില്ല. എങ്കിലും മക്കളെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒക്കെ ചെയ്തു. എല്ലാം നോർമലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് മതിയോ എന്ന് 2 പ്രാവശ്യം ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു, എവിടെ നിന്നാണ് ഈ ശബ്ദം? ഞാൻ തന്നെ പറയുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ ഈശോയോട് ചോദിച്ചായിരുന്നു എനിക്ക് കാവൽ ദൂതന്മാരുടെ ഒരു അടയാളം. ആ അടയാളമായിരുന്നു ഇതെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി. ദാനിയൽ ഫാസ്റ്റിംഗ് എടുത്തപ്പോൾ 21 ദിവസം കഴിഞ്ഞതിന് ശേഷം കാവൽ ദൂതന്മാരുടെ പ്രധാന കാവൽ ദൂതനായ മിഖായേൽ മാലാഖ സഹായത്തിനെത്തിയതുപോലെ എനിക്കും ആ സമയത്ത് കാവൽ ദൂതൻ്റെ സംരക്ഷണം കിട്ടിയെന്ന് ഞാൻ ആ സംഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇതുപോലെ മറ്റൊരു ദൈവിക സംരക്ഷണത്തിലേക്കും ഞാൻ കിടക്കാം. 2020 കൊറോണ അതിരൂക്ഷമായിരുന്ന സമയത്ത് മെഡിക്കൽ ഫീൽഡിലെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് നഴ്സുമാരുടെ ലീവൊക്കെ ക്യാൻസൽ ചെയ്തിരുന്ന സമയത്ത് ഡിസംബർ മാസം എൻ്റെ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ ഫോൺ കോൾ വന്നു. നവംബർ ലാസ്റ്റ് വീക്കിലാണ് നമുക്ക് എമർജൻസി കേസുകൾക്ക് പോകാമെന്ന് പറഞ്ഞ് നമുക്കൊരു സർക്കുലർ വന്നിരുന്നു. അമ്മയുടെ വയ്യ എന്നുള്ള ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇൻചാർജിനോട് പറയുകയും ഇൻചാർജ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, പോകാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു. സെറിബ്രൽ അനൂറിസം ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക്. ഒരു ICUയിൽ ജോലി ചെയ്യുന്ന എനിക്ക് സെറിബ്രൽ അനൂറിസം അത് ഏത് നിമിഷം പൊട്ടിക്കഴിഞ്ഞാലും ഓൺ ദ സ്പോട്ട് എൻ്റെ അമ്മയുടെ മരണമായിരിക്കും. ഞങ്ങളപ്പോൾ തന്നെ തീരുമാനമെടുത്തു പോകാമെന്ന്. 2 മണിക്കാണ് ഫോൺ കോൾ വന്നത്. 3 മണിക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. ഫ്ലൈറ്റ് ഓൾറെഡി ഫുള്ളാണ്. ആൾക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. 2 പേര് നാളെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ 9:30 ഫ്ലൈറ്റ് 9:45 ഫ്ലൈറ്റിലേക്ക്, കോഴിക്കോടിന് പോകുന്ന ഫ്ലൈറ്റിലേക്ക് ഞങ്ങളെ 3 പേരെയും കൊണ്ടുപോയി. ഞങ്ങൾ നാട്ടിലെത്തി. ഞങ്ങൾ അവിടെ ചെന്ന് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു അർജൻറ്റായിട്ട് സർജറി ചെയ്യണം. പിറ്റേ ദിവസം സർജറിക്ക് പോസ്റ്റ് ചെയ്തു. തലയുടെ സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ അപ്പച്ചൻ്റെ അമ്മയ്ക്ക് സർജറി ചെയ്തിട്ട് ഡെഡ് ബോഡിയാണ്
തിയേറ്ററിൽ നിന്നിറക്കിയത്. ആ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടായിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാവർക്കും ഒത്തിരി പേടിയായിരുന്നു. എനിവേ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി പോയതിൻ്റെ ഫലമായി അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഓപ്പറേഷന് സമ്മതിച്ചു. 4-ാം തീയതി രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് അമ്മയെ സർജറിക്ക് എടുത്തു. അമ്മേനെ സർജറിക്ക് കൊണ്ടുപോയ സമയത്ത് ഞാനും ഹസ്ബൻഡും എൻ്റെ അനിയൻ്റെ വൈഫും ഞങ്ങൾ മുട്ടുമേൽ നിന്ന് 203 മണി ജപം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒത്തിരി കൺസെൻറ്റുകൾ സൈൻ ചെയ്താണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അമ്മേനെ കയറ്റിയത്. വെന്റിലേറ്റർ സപ്പോർട്ട്, ട്രക്കിയോസ്റ്റമി സപ്പോർട്ട്, റീസർജറി, കൊറോണ ബാധിക്കുമെന്നുള്ള അങ്ങനെ 9 കൺസെൻറ്റ് ഞങ്ങൾ സൈൻ ചെയ്തിട്ടാണ് അമ്മയെ തിയേറ്ററിലേക്ക് കയറ്റിയത്. 12 മണിക്ക് സർജറി തുടങ്ങി. 4 മണിയായപ്പോൾ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും പറഞ്ഞു, ഒരു പക്ഷേ അമ്മ വെന്റിലേറ്ററോട് കൂടിയിട്ടായിരിക്കാം ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഒത്തിരി അത്ഭുതമായിരുന്നു. ഞാൻ അമ്മയുടെ വയറിൽ ഓൾറെഡി ഒരു ഇൻസിഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്ലാപ്പ് എടുത്ത് വയറിൽ വെച്ചിട്ട് അമ്മയ്ക്ക് സുഖമാകുമ്പോൾ ആഫ്റ്റർ 3 months വീണ്ടും സർജറി ചെയ്ത് തിരിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് തന്നെ എനിക്ക് ക്ലിപ്പിടാൻ സാധിച്ചു. സർജറി ഒത്തിരി സക്സസ്ഫുള്ളായിരുന്നു എന്ന്. അങ്ങനെ അമ്മേനെ ഓക്സിജൻ്റെ ഒരു സപ്പോർട്ട് പോലും ഇല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ICUയിൽ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം രാവിലെ CT റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മിനിമൽ കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഡ്രെയിൻ ഊരിക്കളയാം, പിറ്റേ ദിവസം ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സർജറി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ അക്കൗണ്ട് സെക്ഷനിൽ ചെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു കോസ്റ്റ് എത്രയായിരിക്കുമെന്ന്. അവർ പറഞ്ഞു, സർജറിയുടെ ഡോക്ടേഴ്സിൻ്റെ ഫീസ് 1.5 ലക്ഷം രൂപയാണ്. ബാക്കിയുള്ളതൊക്കെ വെന്റിലേറ്റർ സപ്പോർട്ട്, അതർ സർജറി, 14 days 15 days ചിലർ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഈ സർജറി കഴിഞ്ഞിട്ടൊക്കെ പോകാറ്. അതനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ സാധ്യമല്ല. പ്രതീക്ഷിക്കാം 8-10 ലക്ഷം വേണ്ടി വരുമെന്ന് എന്നുള്ളത്. ഞാൻ അപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഞാൻ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ എൻ്റെ ഒരു ദശാംശം ഞാൻ മാറ്റിവെക്കുക പതിവായിരുന്നു. അന്ന് ആ സമയത്ത് ശരിക്കും ഈശോ അതെനിക്ക് തിരിച്ചു തന്നതുപോലെ ഒരു അനുഭവം എനിക്ക് തോന്നി. കാരണം 4-ാം തീയതി സർജറി കഴിഞ്ഞു. 6-ാം തീയതി രാവിലെ അമ്മയെ ICUയിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവന്നു. 9-ാം തീയതി ഞങ്ങൾ ഡിസ്ചാർജായി. പ്രതീക്ഷിച്ചിരുന്നതിലും 4-1 മാത്രമാണ് ഞങ്ങൾക്ക് ചെലവ് വന്നത്. ഫിലിപ്പിയർ 4:19 പറയുന്നു, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന്. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുകയായിരുന്നു. ദൈവിക സംരക്ഷണത്തിൻ്റെ മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. 2022 ജാനുവരി 31-ാം തീയതി ഞാൻ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നു. ഹസ്ബൻഡും ഡ്യൂട്ടിയിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം പ്രയറൊക്കെ കഴിഞ്ഞ് കിടന്നു. 12:30 മണിയോടുകൂടി ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിൻ്റെ ക്ഷീണം മൂലം ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒച്ചയാണ് കേൾക്കുന്നത്. നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്തില്ല. ഞാൻ ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൽ ഛർദ്ദിച്ച് കിടക്കുകയായിരുന്നു. കണ്ണ് മുകളിലോട്ടാക്കി ശ്വാസം വിടാതെ കിടക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ച എൻ്റെ ഹസ്ബൻഡ് പോയി എന്നാണ്. കാരണം ഞാനൊരു ICU സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്കറിയാം ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന്. ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ ഹസ്ബൻഡാണ് ഈ കിടക്കുന്നത്. എനിക്കിവിടെ സഹായത്തിന് ആരുമില്ല, നീ തന്നെ വരണം സഹായിക്കാനായിട്ട്. അതും പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട്. ആളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, വീണിട്ട് തലയടിച്ച് വല്ല ഹെമറ്റോമ ആയതാണോ, അതുകൊണ്ടാണോ സംസാരിക്കാത്തത്, ഒരു വശം തളർന്നു പോയോ, ആ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ഞാൻ കടന്നു വന്നു.
പിന്നെ ഞാൻ ചിന്തിച്ചത് 3 നിമിഷം ശ്വാസം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ബ്രെയിൻ ഡെത്ത് ആയിരിക്കും. ഉടനെ തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ തല ചിരിച്ച് വായിൽ നിന്നും മൂക്കിൽ നിന്നും ഛർദിലെല്ലാം എടുത്തു മാറ്റി. ഞാൻ ഏൽപ്പിച്ച് ഇരുത്താൻ നോക്കി. എനിവേ ഇരുന്ന് കഴിഞ്ഞ് മുഖം കഴുകി. അത് കഴിഞ്ഞ് വീണ്ടും ഛർദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എഴുന്നേറ്റിരിക്കെ, വയറുവേദനയോ നെഞ്ചുവേദനയോ ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പോലും ആൾക്ക് ഓർമ്മയില്ലായിരുന്നു. എനിവേ ഞാൻ കുളിപ്പിച്ച് ബെഡ്റൂമിൽ കൊണ്ടുവന്നിരുത്തി. വെള്ളം കൊടുത്തു. വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ഛർദി കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ ആരെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ആരെങ്കിലും ഫ്ലാറ്റിലുള്ളവരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന്. എനിക്ക് പക്ഷേ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലും വണ്ടിയിൽ വെച്ച് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് CT ചെസ്റ്റ്, CT ബ്രെയിൻ, ECG, ചെസ്റ്റ് എക്സ്റേ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തു. എല്ലാം നോർമലായിരുന്നു. എങ്കിലും കുറച്ചു നേരം അൺകോൺഷ്യസ് ആയതിൻ്റെ പേരിൽ ചേട്ടനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. രാവിലെ കൺസൾട്ടൻസ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവുമില്ല, എല്ലാ റിസൾട്ടും നോർമലാണ്, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ EEG എടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റും തന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. അതിനുശേഷം ഇതുവരെയും എൻ്റെ ഹസ്ബൻഡിന് ഒരു ഛർദിയോ അങ്ങനത്തെ ഒരു സംഭവമോ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ദൈവിക സംരക്ഷണം ഞാൻ ഈ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഓരോ നിമിഷവും ഉണ്ട് എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. യെശയ്യാ 65:24 പറയുന്നു, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം അനുഭവപ്പെടുമ്പോൾ അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സംരക്ഷണം നമുക്കെന്നും ഉണ്ടായിരിക്കും. റോമ 12:12 പറയുന്നു, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ആ സമയത്ത് നമുക്കെല്ലാവർക്കും ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങാം. അതിനായി ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നു, നിങ്ങൾ നല്ലവരാകാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക, പകരം അവിടുത്തെ ഹൃദയം ചോദിച്ചു വാങ്ങുക. മീന ചേച്ചിയിലൂടെ ദൈവം പ്രവർത്തിച്ച മഹത്തായ പ്രവൃത്തികൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിൽ കുറിച്ചിടാം. നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ അവിടുന്ന് നമ്മെ അനേകരുടെ മുമ്പിൽ അവിടുത്തെ സാക്ഷികളായി ഉയർത്തും. ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിൻ്റെ പ്രകാശമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി മാറട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.